സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തിമഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സാധിക്കും നീ തെളിഞ്ഞാൽ സകലതുമതുപോൽ നീ മുഷിഞ്ഞാൽ മുടങ്ങും. ഭേദിക്കും ചിത്തരംഗം തവ ചരിതമഹോ തെല്ലുമോർക്കാതിരുന്നാൽ. നേദിക്കാം നിൻ സമക്ഷം ഭഗവതി അകദോഷങ്ങളൊന്നും വിടാതെ. മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണോരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 16-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഹൈഹയ രാജാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരുടെ വധം നടത്തിയത്, ബ്രഹ്മഹത്യാദോഷം കിട്ടുന്ന ബ്രാഹ്മണവധം എന്തുകൊണ്ട് ഈ ഹൈഹയ രാജാക്കന്മാർ ചെയ്തു എന്ന ജനമേജയന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ടാണ് കഥയെ വിസ്തരിച്ച് ഇവിടെ വ്യാസൻ പറയാൻ തുടങ്ങുന്നത്. ദാനം കൊടുത്ത് സ്വത്തും സ്വതന്ത്രവുമെല്ലാം ഇല്ലാതെ നിർധനരായി തീർന്ന ക്ഷത്രിയന്മാര്, ഹൈഹയ രാജാക്കന്മാര്, ഏതൊരു ബ്രാഹ്മണർക്കാണോ അവര് ഈ ദാനമെല്ലാം കൊടുത്ത് അവരെല്ലാം പ്രഭുക്കളായിരിക്കുന്നത്, അവരെ തന്നെ ശരണം പ്രാപിച്ചു ധനത്തിനായി. പക്ഷേ ലോഭികളായിട്ടുള്ള ബ്രാഹ്മണര് അവർക്കൊന്നും കൊടുത്തില്ല. മാത്രമല്ല, ഇവരെ പേടിച്ചുകൊണ്ട് ആ ധനമെല്ലാം ഭൂമിയിൽ കുഴിച്ചിട്ടു. മറ്റുള്ള ബ്രാഹ്മണന്മാരെയും, ദാനം കിട്ടിയ ഈ ബ്രാഹ്മണന്മാരെ അവരുടെ ധനത്തിനെയെല്ലാം ഏൽപ്പിച്ച് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഏൽപ്പിച്ചു വെച്ചു. ദ്രവ്യങ്ങളെല്ലാം ഇങ്ങനെ മറ്റിടങ്ങളിലേക്ക് മാറ്റി ലോഭികളായിട്ടുള്ള അവർ ആശ്രമം വിട്ട് എവിടേക്കോ പോയി എന്നാ പറയണത്. നിർധനരായിട്ട് ദുഃഖിക്കുന്നതായിട്ടുള്ള ഹൈഹയ രാജന്മാർക്ക് ഒന്നും കൊടുക്കാതെ ലോഭികളായിട്ടുള്ള ബ്രാഹ്മണര് ഓടിപ്പോയിട്ട് പർവ്വതങ്ങളിലുള്ള ഗുഹകളിലൊക്കെ വസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ക്ഷത്രിയോത്തമന്മാരായിട്ടുള്ള ഹൈഹയന്മാര് ദുഃഖത്തോടെയാണെങ്കിലും കാര്യഗൗരവമോർത്ത ധനത്തിനു വേണ്ടി വീണ്ടും ഭൃഗുക്കളുടെ ആശ്രമങ്ങളിലേക്ക് അവരെ ഓടിച്ചെന്ന് ആശ്രമം കെട്ടി കാട്ടിൽ വനത്തിൽ വസിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അവിടേക്ക് ചെന്നു. ഗൃഹങ്ങളെ ശൂന്യങ്ങളായി കണ്ട ഭൃഗുക്കള് അവിടം വിട്ടു പോയിരിക്കുകയാണ് എന്ന് കണ്ട ഹൈഹയന്മാര് ദ്രവ്യം വല്ലതും കിട്ടുമോ എന്നറിയാൻ, അതായത് ഇവരെ കണ്ടപ്പോൾ അവിടെ പോയി നോക്കിയ സമയത്ത് ആരെയും കാണുന്നില്ല, ഇവരൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞ ആ ബ്രാഹ്മണരൊക്കെ ഓടി ഒളിച്ചിരിക്കണം. ഇവരെ കാണാതെ കണ്ട പല സ്ഥലങ്ങളിലേക്കും. അവരെയൊന്നും തേടി അവരൊന്നും കിട്ടിയില്ല, ആശ്രമത്തിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കി അവരെ തിരിച്ചു വന്ന് എന്ത് ചെയ്തു, ഇവരുടെ ഗൃഹത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഗൃഹങ്ങളിലൊക്കെ കടന്നു നോക്കി. പിന്നെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അറിയാം എല്ലാവർക്കും, അല്ലേ? കള്ളന്മാർക്ക് ഇപ്പം ഇന്നത്തെ കാലത്ത് അറിയാലോ ആൾക്കാരെവിടെയൊക്കെയാണ് ധനങ്ങൾ വെച്ചിട്ട് പോവുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് കള്ളന്മാരും നന്നായിട്ട് പഠിച്ച കള്ളന്മാരാണ്. അവർ വന്നിട്ട് നേരെ നമ്മുടെ അലമാറ തുറന്ന് സേഫ് തുറന്നൊന്നും നോക്കില്ല. കാരണം അവർക്കറിയാം അലമാറുടെ അകത്തും സേഫിനകത്തൊന്നും വെക്കില്ല. എവിടെയെങ്കിലുമൊക്കെ അടുക്കളയിൽ പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഡബ്ബയുടെ അടിയിൽ, അരിയൊക്കെ ഉള്ളതിൻ്റെ അടിയിൽ കുറേ കാശൊക്കെ ഇട്ട് വയ്ക്കും. അല്ലെങ്കിൽ പരിപ്പോ ഉപ്പോ ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ പൊതിഞ്ഞ് അതിനകത്തിട്ട് വയ്ക്കും. അല്ലെങ്കിൽ പഴയ തുണികളൊക്കെ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും തട്ടിൻ്റെ പുറത്ത് അതിൻ്റെ നടുവിൽ എവിടെയെങ്കിലും വെക്കും. ഇതൊക്കെ ഈ കള്ളന്മാർക്ക് നന്നായിട്ട് ഇപ്പോൾ പരിചയമായി, അവർക്ക് നന്നായിട്ട് അറിയാം. തേടുന്ന കബോർഡിനകത്തും പൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തൊന്നും നോക്കിയാൽ അതൊന്നും കിട്ടില്ല, പൈസയോ സ്വർണമോ എന്നുള്ളത്. അത് കാരണം കൊണ്ട് അവരും അത്തരം സ്ഥലങ്ങളൊക്കെയാണ് കള്ളന്മാരും
നമ്മളില്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കാനായിട്ട് നോക്കുക. അവിടെയൊക്കെ വെച്ചിട്ട് പോകുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട് ധാരാളം. അപ്പോൾ അതൊക്കെയാണ് ധാരാളം നോക്കുക അവർ തിരഞ്ഞ് കിട്ടുമോ എന്നുള്ളത്. എന്നമാരിപ്പോൾ അന്ന് ഇതൊക്കെ ഈ ധനങ്ങളൊക്കെ കുഴിച്ചിട്ടിരുന്നു, രാജാക്കന്മാരെ ഇല്ലെങ്കിൽ കള്ളന്മാരെ കൊള്ളക്കാരെയൊക്കെ പേടിച്ചിട്ട്. ഇന്നിപ്പോൾ പലരും ഭൂമിയൊക്കെ കുഴിക്കുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്നും സ്വർണത്തിൻ്റെ കുടം കെട്ടി, സ്വർണ്ണക്കാശുകളിലുള്ള കുടം കെട്ടി, ആഭരണങ്ങൾ നിറച്ച കുടം കെട്ടി, നിധി എന്ന് നമ്മൾ പറയൂലേ, നിധി കിട്ടി എന്ന് പറയണില്ലേ. അതിൻ്റെ ഒക്കെ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഭയപ്പെട്ട കയ്യിൽ ധനമുള്ളവരെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാവും. പിന്നീട് അവർക്ക് വരാനോ അതെടുക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. അത് മണ്ണിൻ്റെ അടിയിൽ പെട്ടു, ആർക്കും അറിയില്ല. ആരെങ്കിലും യാദൃച്ഛികമായിട്ട് വീട് കെട്ടാനോ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിനോ കിണർ ഒഴിക്കാനോ ആയിട്ടൊക്കെ വന്ന് കുഴിക്കുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് നിന്ന് നിധി കിട്ടുക. കുടത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുക, നിറച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള സ്വർണമോ വെള്ളിയോ അതേമാതിരി എന്തെങ്കിലും രത്നങ്ങളോ ഇതൊക്കെ അങ്ങനെ കിട്ടാറ് പതിവുണ്ട്, നിധി കിട്ടാറ് പതിവുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കൊള്ളക്കാരിൽ നിന്നും മറ്റുമൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ഉപാധി അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ബാങ്കുണ്ട്, ലോക്കറുണ്ട്, അതിന് കാവൽക്കാര്, സെക്യൂരിറ്റി, CCTV ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത് കാരണം കൊണ്ട് നമ്മളതിന് വർഷത്തിൽ റെൻ്റ് എന്താ വെച്ചാൽ കൊടുത്താൽ മതി. ആ ലോക്കറിൽ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് നമ്മുടെ ക്യാഷോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർണങ്ങളോ ബാക്കിയുള്ള സാധനങ്ങളോ ഒക്കെ നമുക്ക് വെച്ച് പോവാം. അന്ന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് മൂടി വെക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഹൈഹയന്മാർ, രാജാക്കന്മാർ വന്നിട്ട് ഇവരുടെ ഗൃഹത്തിലൊക്കെ നോക്കി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, ധനമൊന്നും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് ഇവർ കുഴിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു തപ്പി നടന്ന് ദ്രവ്യം വല്ലതും കിട്ടുമോ എന്നറിയാൻ ആ സ്ഥലമൊക്കെ കിളച്ചു നോക്കി. അങ്ങനെ കിളച്ചു കൊണ്ട് ചെന്നപ്പോൾ ഒരു ഭൃഗുവിൻ്റെ വനത്തിൽ നിന്നും അവർക്ക് ധനം ലഭിച്ചു. ആ ധനം അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന ധനം അവർ കണ്ടു, കിട്ടി. അപ്പം അവർക്ക് മനസ്സിലായി ഇവര് ധനം ഇങ്ങനെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഒരു ബ്രാഹ്മണന്റെ ഗൃഹം കുഴിച്ച് കിട്ടിയ സമയത്ത് അവരെന്ത് ചെയ്തു, മറ്റുള്ള ദാനങ്ങൾ മേടിച്ച ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആശ്രമങ്ങളൊന്നും ആരുമില്ല എന്ന് കണ്ടപ്പോൾ ആ ഗൃഹങ്ങളിലൊക്കെ വളപ്പിലൊക്കെ ഗൃഹത്തിൻ്റെ 4 ഭാഗത്തും ആശ്രമത്തിൻ്റെ 4 ഭാഗത്തൊക്കെ കുഴിച്ചു. ഹൈഹയന്മാർക്ക് അങ്ങനെ ധാരാളം ധനം കിട്ടിയെന്നാണ് പറയണത്. ഇവർ കുഴിച്ചിട്ട ധനമൊക്കെ അവരെടുത്തു. അപ്പോഴേക്കും ഈ ബ്രാഹ്മണന്മാരെല്ലാം പരിഭ്രാന്തരായി ഓടിയെത്തി. അവർക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇവർ കുഴിച്ചിട്ട ധനമൊക്കെ അവരെ ഈ ഹൈഹയന്മാരെ കളച്ചെടുത്തു. ഇപ്പം ധനമൊക്കെ അവരുടെ കയ്യിലായി എന്ന് മനസ്സിലായപ്പോൾ ബ്രാഹ്മണരെല്ലാം പരിഭ്രമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ഇങ്ങനെ കിളച്ച് നോക്കുന്ന സമയത്ത് വിപ്രഗ്രഹങ്ങളിലൊക്കെ ധാരാളം ദ്രവ്യം അവർക്ക് കിട്ടിത്തുടങ്ങി ഈ ഹൈഹയന്മാർക്ക്. അതോടുകൂടിയിട്ട് ഈ ഹൈഹയന്മാരെ ക്രുദ്ധരായി അഭയം പ്രാപിച്ച ഈ ബ്രാഹ്മണരോട് അവർക്ക് ശത്രുത വന്നു. അവരൊക്കെ ആയുധങ്ങളെ കൊണ്ട് അമ്പെയ്തും മറ്റുള്ള വാളൊക്കെ എടുത്ത് വെട്ടി കൊന്നു എന്നാണ് പറയണത്. ഇവർ വന്ന് മര്യാദയ്ക്ക് ചോദിച്ചു. അവരുടെ കയ്യിൽ ധനമുള്ള സമയത്ത് ബ്രാഹ്മണർക്ക് ധാരാളം ധനമൊക്കെ കൊടുത്തു. പക്ഷെ ആ കിട്ടിയ ധനത്തിനെ തിരിച്ച് ഒരാവശ്യം വന്ന് രാജാക്കന്മാരെ നിർധനരായി എന്തെങ്കിലും ആവശ്യം വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കണമായിരുന്നു. ഇനിയിപ്പോൾ മുഴുവൻ കൊടുത്തില്ലെങ്കിലും കയ്യിലുള്ള പകുതി ധനമോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്ന അവർ സന്തോഷമായിട്ട് ഇവരെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് തൃപ്തരായിക്കൊണ്ട് ആ ധനവും കൊണ്ട് പോയിരുന്നു. ഇവർക്കും അതിൽ ഒരു ആദരവും മഹിമയും കിട്ടുമായിരുന്നു, യശസ്സും കിട്ടുമായിരുന്നു. പക്ഷേ സ്വാർത്ഥതാൽപരരായിട്ടുള്ള ലോഭികളായിട്ടുള്ള ബ്രാഹ്മണരെ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം കുഴിച്ചിട്ടു. അവർക്കൊന്നും കിട്ടരുത് എന്ന് പറഞ്ഞ്. ഇപ്പം അതാ അങ്ങനെ ഞങ്ങൾക്ക് തരാതെ കണ്ട് ഒളിപ്പിച്ച് ധനമില്ല എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടു. കളച്ചപ്പോൾ കിട്ടിയെന്ന് കണ്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു.
അപ്പോൾ അവരവരുടെ ധനത്തിനെ എടുക്കാനായിക്കൊണ്ട് ഓടി ബ്രാഹ്മണർ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റോ വഴക്കേറ്റോ ഉണ്ടായിരിക്കാം. എന്തൊക്കെ നടന്നു അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, മനസ്സിലായില്ലേ ഭാഗവതത്തിൽ. എന്തായാലും ആ ബ്രാഹ്മണരൊക്കെ, ക്ഷത്രിയന്മാർക്ക് പിന്നെ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, ആയുധം കൊണ്ട് ബ്രാഹ്മണരെയൊക്കെ അവർ വധിച്ചു എന്ന് പറയുകയാണ്. എന്തായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു.